ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹിക്കാൻ ലഭിക്കാത്ത ദിവസം ശൂന്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുരിശ് തന്നാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നവർക്കാണ് കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുന്നത്. ഞാൻ അപേക്ഷിച്ചാലും കുരിശുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് സ്വീകരിക്കുവാൻ സന്നദ്ധതയുള്ളവർ മാത്രം എൻ്റെ പ്രാർത്ഥന തേടിയാൽ മതി. വിശുദ്ധ അൽഫോൻസാമയുടെ കൂടെ ദീർഘകാലം താമസിച്ച് വിശുദ്ധയുടെ അന്ത്യദിനങ്ങളിലെ വാക്കുകൾ മൊഴിമുത്ത് പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ച് രേഖപ്പെടുത്തി അൽഫോൻസാമയുടെ മരണനേരത്ത് കൂടെയിരുന്ന് പിന്നീട് മലബാർ മിഷനിൽ എത്തിയ സിസ്റ്റർ മേരിയമ്മ എന്നോട് നേരിട്ട് പറഞ്ഞ അൽഫോൻസാമയുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ അൽഫോൻസാമയോട് മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ച് ഭൗതികവും ലൗകികവുമായ അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വലിയ വിജയങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നോർക്കണം. അതിലും വലിയ അത്ഭുതങ്ങളുണ്ട്. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളുടെ ഒറ്റപ്പെട്ടു പോയതിൻ്റെ, അനാഥരായി പോയതിൻ്റെ, നിരാശയ്ക്ക് അടിപ്പെട്ടു പോയതിൻ്റെ വേദനകളും സങ്കടങ്ങളും മാറിപ്പോയി. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ വിശ്വാസത്തോടെ മടങ്ങിയെത്തുവാൻ അൽഫോൻസാമ സഹായിച്ചിട്ടുണ്ട്. ഇനി രക്ഷയില്ല എന്ന ചിന്തയിൽ ആത്മഹത്യയിലേക്ക് തിരിയാൻ ഒരുങ്ങിയവർ അൽഫോൻസാമയുടെ മാധ്യസ്ഥ്യം തേടി പുതിയ ജീവൻ നേടിയിട്ടുണ്ട്. സ്വന്തം സഹനങ്ങളും കുരിശുകളും ഏറ്റെടുക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുകൊണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി സഹിക്കുവാൻ, അതിൽ ആനന്ദം കണ്ടെത്തുവാൻ കഴിയുന്നവർ അവർ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തി കൂടെയുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ ശക്തരായിത്തീരുകയും ചെയ്തു. ഇതിലും വലിയ പുണ്യമൊന്നുമില്ല. അൽഫോൻസാമ നമ്മെ സഹായിക്കുന്നത് ഈ രീതിയിലാണ്, ഈ അനുഭവത്തിലാണ്. സിസ്റ്റർ മേരിയമ്മയുമായുള്ള 7 വർഷക്കാലത്തെ എൻ്റെ അടുപ്പവും പരിചയവുമാണ് അൽഫോൻസാമയെ കൂടുതലായി പരിചയപ്പെടുവാൻ എനിക്കിടയാക്കിയത്. സ്നേഹം, സന്തോഷം, നന്ദി എന്നിങ്ങനെ 3 വാക്കുകളായിരുന്നു. വിശുദ്ധ അൽഫോൻസാമയെ പോലെ മേരിയമ്മയുടെയും പതിവായ വാക്കുകൾ, അതേ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് തന്നെ 97-ാം വയസ്സിൽ സിസ്റ്റർ മേരിയമ്മയും തൻ്റെ സ്വർഗ സൗഭാഗ്യം തേടി യാത്രയായി. അൽഫോൻസാമ എന്തിനാണ് സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയത്? അത് ലോകത്തിൻ്റെ രക്ഷയ്ക്കും പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയായിരുന്നു. അതിലും പ്രധാനപ്പെട്ടത് ക്രൂശിതനായ ഈശോയോട് ഏറ്റവും അടുത്ത് അനുഗമിക്കുവാനും അനുകരിക്കുവാനും വേണ്ടിയുള്ള വലിയ ആഗ്രഹമായിരുന്നു. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ദൈവവും വിശുദ്ധരും തമ്മിൽ നടത്തുന്ന വെല്ലുവിളിയാണ്, വലിയ മത്സരമാണ്. ഞാൻ സഹിച്ചതുപോലെ സഹിക്കുവാൻ നിനക്ക് കഴിയുമോ? കഴിയും. എന്നാൽ കാണട്ടെ, നല്ല മനുഷ്യർക്ക് ദൈവം സഹനം കൊടുക്കുന്നത് അത് അവർ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് സ്വീകരിച്ച് ദൈവത്തിനായി സമർപ്പിക്കും എന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ലാത്തവർക്ക് സഹനങ്ങൾ കൊടുക്കുകയില്ല. നീതി പ്രവർത്തിക്കുന്നു, വിശുദ്ധിയോടെ ജീവിക്കുന്നു, കരുണ കാണിക്കുന്നു, കടന്നു പോകുന്നു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ വിരോചിതമായ പുണ്യങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നതാണ്. രക്ഷയുടെ അടയാളമായി അത് മറ്റുള്ളവരെ കൂടി സഹായിക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അത് ദൈവത്തിനറിയാം. ദൈവം പ്രത്യേകമായി അതിന് അവരെ വിളിക്കുകയും ചെയ്യുന്നു. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധരുടെ ലക്ഷണം അങ്ങനെയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വേണ്ടി പ്രത്യേകം ഈ ലോകത്തിൽ തന്നെ ജീവിച്ച് മാധ്യസ്ഥ്യം വഹിക്കാത്തവർ മരിച്ചു കഴിഞ്ഞ് പ്രത്യേകമായ മാധ്യസ്ഥ്യം വഹിക്കുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരായി പരിഗണിക്കപ്പെടുന്നതും അനേകം ആളുകൾ അവരുടെ അടുത്തേക്ക് വരികയും അവരിൽ നിന്നും പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വേദനയും സങ്കടങ്ങളും ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി സഹിക്കുവാൻ തയ്യാറാവുക, അത് രക്തസാക്ഷിത്വമാണ്. സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണത്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് യേശു പറഞ്ഞ വാക്കിൻ്റെ പരിപൂർണമായ അനുസരണമാണ്, അനുഭവമാണ്, പൂർത്തീകരണമാണ്. ദൈവമേ, മറ്റുള്ളവർ സഹിക്കുവാൻ ഇടവരരുത്. ഞാൻ അവർക്ക് വേണ്ടി സഹിച്ചുകൊള്ളാം. അവരുടെ രോഗം എനിക്ക് തന്നുകൊള്ളൂ, ഞാൻ അത് ഏറ്റെടുത്തുകൊള്ളാം. ഇതായിരുന്നു അൽഫോൻസാമയുടെ മനോഭാവം. ഇത് വിരോചിതമായ പുണ്യമാണ്, സഹനമാണ്. അങ്ങനെ സഹിക്കുന്നവർ സ്വയം സമാധാനം അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, കഠിനമായ രോഗങ്ങളും വേദനകളും സഹിക്കുമ്പോഴും അവരുടെ മുഖത്ത് മായാത്ത ഒരു പുഞ്ചിരി എപ്പോഴും ഉണ്ടാകും. അൽഫോൻസാമ പറയുന്നു, പുഞ്ചിരി ഒരു വെട്ടമാണ്. വേദനിക്കുന്നവരുടെ, സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി ഞാൻ കരുണയോടെ പുഞ്ചിരിക്കും. വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു കൊച്ചു പുസ്തകത്തിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ്, പുഞ്ചിരിക്കുന്ന പുണ്യവതി.
മരണത്തെപ്പോലും ഒരു പുഞ്ചിരിയോടെ നേരിട്ട് വിജയം വരിച്ചു അൽഫോൻസാമ. അൽഫോൻസാമയുടെ അവസാനത്തെ വാക്കിലും ആ പുഞ്ചിരിയുടെ സ്പർശമുണ്ട്. കേട്ടോ, എൻ്റെ ചങ്കിൽ ഒരു ശബ്ദം കേൾക്കാൻ രസമല്ലേ? അനായാസേന മരണം, അസുലഭമായ ഭാഗ്യം. അടുത്തത് നിന്നിരുന്നവരെ നോക്കി മന്ദഹസിച്ച് ഒരു മാലാഖയുടെ ചിറക് വിരിച്ച് അവൾ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും പരാതികളും സഹനങ്ങളും വേദനകളും മരണത്തിന് താഴെ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ അവയെല്ലാം നിത്യസത്യമായ മരണത്തിനുള്ള ഒരുക്കമായി സ്വീകരിക്കുകയും വിരോചിതമായ പുണ്യമായി ഏറ്റെടുക്കുകയും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നതിലും വലിയ വിജയമുണ്ടോ, വലിയ പുണ്യമുണ്ടോ? അൽഫോൻസാമയെക്കുറിച്ച് മേരിയമ്മ പറഞ്ഞ ഒരു പ്രത്യേകത കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. അമ്മയുടെ സംസാരം കേട്ടാൽ തോന്നും അമ്മ പല പ്രാവശ്യം സ്വർഗം കണ്ടിട്ടുണ്ടെന്ന്. സ്വർഗസൗഭാഗ്യം ലഭിച്ചതിൻ്റെ ആനന്ദമായിരുന്നു രോഗങ്ങൾ സഹിക്കുമ്പോൾ അൽഫോൻസാമയുടെ മുഖത്തുണ്ടായിരുന്നത്. ഇതാണ് വിരോചിതമായ സ്നേഹവും സഹനവും. രോഗങ്ങളും സഹനങ്ങളും തെറ്റിദ്ധാരണകളും ആക്ഷേപങ്ങളും അപമാനങ്ങളും പരാജയങ്ങളും നമ്മെ വല്ലാതെ ഒറ്റപ്പെടുത്തി കളഞ്ഞേക്കാം, നിരാശരാക്കിയേക്കാം, വിഷാദ രോഗത്തിന് അടിമകളാക്കിയേക്കാം. രോഗത്തിൻ്റെ പീഡകളിൽ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട വേദനിച്ച് ഇരിക്കുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളിൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന് മെത്താൻ ചോദിക്കുന്നുണ്ട് അൽഫോൻസാമയോട്. ഞാൻ സ്നേഹിക്കുകയാണ് എന്നാണ് അൽഫോൻസാമയുടെ ഉത്തരം. അതികഠിനമായ രോഗാവസ്ഥകളിലും ഈ സ്നേഹത്തിൻ്റെ സ്വീകരണമായിരുന്നു അൽഫോൻസാമയുടെ മുഖത്തെ ആനന്ദം. അതിൻ്റെ മൂല്യം വളരെ വളരെ വലുതാണ്. അത് കാണുന്നവരിലും സംസാരിക്കുന്നവരിലും സ്വർഗീയ പ്രകാശം പരത്തി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി അനുഭവക്കുറിപ്പുകൾ നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അൽഫോൻസാമ പറഞ്ഞ ചില വാക്കുകൾ കൂടി വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഭാരക്കുറവുള്ള പക്ഷികൾക്ക് വളരെ വേഗത്തിൽ പറന്നുയരുവാൻ സാധിക്കുമല്ലോ. ചില പക്ഷികൾ പറന്നാൽ ചിറകടിക്കുന്ന ശബ്ദം പോലും ആരും കേൾക്കുകയില്ല. ഞാനും അതുപോലെ പറന്നുപോയി എൻ്റെ മണവാളൻ്റെ മടിയിൽ അഭയം പ്രാപിക്കും. ഈ ലോകത്തിലെ വളരെ ചെറിയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തിയാക്കുവാൻ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ നമ്മെ അൽഫോൻസാമ സഹായിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ അധ്യാപിക കൂടിയായിരുന്നു. 1 വർഷം മാത്രം നീണ്ടുനിന്ന അധ്യാപന ജോലിയും ആ വിശുദ്ധ ജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യമാണ്. വലിയ മാതൃകയും സ്വാധീനശക്തിയും സ്നേഹത്തിൻ്റെ സാന്നിധ്യവും ദൈവികമായ പെരുമാറ്റവും അവരെ, ആ കുട്ടികളെ വഴി നടത്തുകയും ആ കുട്ടികളെ സഹായിക്കുകയും ചെയ്തു. അൽഫോൻസാമയുടെ കബറിടത്തെങ്കിൽ ഏതാനും കുട്ടികൾ തെളിച്ച തിരിയിൽ നിന്നും ഉയർന്ന 1000 നാളങ്ങളായിരുന്നു അൽഫോൻസാമയുടെ വിശുദ്ധിയുടെ പ്രകാശം ലോകമെങ്ങും ആദ്യം എത്തിച്ചത്. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ മേന്മകൾ അവകാശപ്പെടുമ്പോഴും അധ്യാപക സമൂഹം സ്നേഹത്തിൻ്റെ, നന്മയുടെ, ക്ഷമയുടെ, കാരുണ്യത്തിൻ്റെ സ്വാധീനമാകുവാൻ കഴിയുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കുവാൻ നമ്മെ അൽഫോൻസാമ പ്രചോദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരമുണ്ടായെന്ന് വരികയില്ല. ചിലപ്പോൾ ഒരിക്കലും പരിഹാരമുണ്ടായെന്ന് വരികയില്ല. കാരണം അതിൽ പലതും ജന്മനാ നമുക്ക് നമ്മുടെ സ്വഭാവ രീതിയുമായി ചേർന്ന് പോയതായിരിക്കാം, അങ്ങനെ സംഭവിച്ചു പോയായിരിക്കാം, നമുക്ക് മാറ്റാൻ കഴിയുകയില്ല. എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കാൻ, ശുഭാപ്തി വിശ്വാസത്തോടെ നിരന്തരം അധ്വാനിക്കാൻ, പ്രതീക്ഷ കൈവിടാതിരിക്കാൻ, നിരാശയിൽപ്പെട്ടു പോകാതിരിക്കാൻ, മനസ്സിനെ ശക്തിപ്പെടുത്താൻ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാൻ, ഒരു ചെറു പുഞ്ചിരിയോടെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ, തരണം ചെയ്യുവാൻ നമ്മെ എപ്പോഴും സഹായിക്കുവാൻ അൽഫോൻസാമ കൂടെയുണ്ട്. 36-ാം വയസ്സിൽ വിശുദ്ധിയുടെ കിരീടം ചൂടിയ അൽഫോൻസാമ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചിലപ്പോൾ അമ്മയായും ചേച്ചിയായും അനിയത്തിയായും എപ്പോഴും നമുക്ക് അൽഫോൻസാമയെ കൂടെ കൂട്ടുകാരിയായി കൂട്ടാവുന്നതാണ്. നമ്മുടെ അവശേഷിക്കുന്ന ജീവിതം മുഴുവനും വിശുദ്ധ അൽഫോൻസാമയെ പോലെ സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു ബലിവസ്തുവായി ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ സ്വർഗത്തിലിരുന്ന് വിശുദ്ധ അൽഫോൻസാമ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.